ചെയിൻ 1 ചെയ്തതിന് ശേഷം അതൊന്ന് മാർക്ക് ചെയ്യുക. 2, 3, 26 ചെയിൻസ് ആയിട്ടുണ്ട്. അപ്പം ഞാനത് ഓൾറെഡി ഒരു സ്വാച്ച് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഓൾറെഡി ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഐ എം ഷുവർ ദാറ്റ് ഈ ഒരു 5 ഇഞ്ചസിനുള്ളിൽ തന്നെ ഇത് നിന്നോളും. കറക്റ്റ് തന്നെ വേണമെന്നില്ല, അക്രിലിക്കാണ് ആയതുകൊണ്ട് കുറച്ച് സ്ട്രെച്ച് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 5 ഇഞ്ചസിനുള്ളിൽ തന്നെ നിന്നോട്ടെ. ലാസ്റ്റത്തെ ചെയിനും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതൊരു എക്സ്ട്രാ ചെയിൻ നമ്മളിനി ആഡ് ചെയ്യാനായിട്ടാണ് പോണേ. ഓക്കെ, ഒരു ചെയിൻ ഇട്ട് കൊടുത്തു. സ്റ്റാർട്ടിങ് ചെയിൻസ് ഇപ്പോൾ നമുക്ക് 27 ആയിട്ടുണ്ട്. നൗ ടേണിങ് ചെയിൻസ് ആണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 1, 2, 3 വിച്ച് കൗണ്ട്സ് ഫോർ ഡബിൾ ക്രോഷേ. നമ്മൾ ആഡ് ചെയ്ത എക്സ്ട്രാ സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ 3 ചെയിൻസ് ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു ചെയിനും കൂടി ചെയ്യുക. അതാണ് നമ്മുടെ സ്കിപ്പ് ചെയ്യാൻ പോകുന്ന ചെയിൻ. സ്റ്റിച്ച് മാർക്കർ ഇരിക്കുന്ന ചെയിനിൻ്റെ ഇടതുവശത്തുള്ള ചെയിൻ, തൊട്ടടുത്തുള്ള ചെയിൻ, അതിലേക്ക് നമ്മളൊരു ഡബിൾ ക്രോഷേ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ചെയിനിലേക്ക്. അങ്ങനെയാണ് നമ്മളുടെ ആദ്യത്തെ മെഷ് റെഡി ആയിട്ടുണ്ട്. ചെയിൻ 1 ചെയ്യുക. ദെൻ സെയിം തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. ഒരെണ്ണം സ്കിപ്പ് ചെയ്യുക ഇടതുവശത്തുള്ളത്. ദെൻ അതിൻ്റെ തൊട്ടടുത്തുള്ള ചെയിനിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുകയാണ്. താഴെ സ്കിപ്പ് ചെയ്യുന്നത് പോലെ തന്നെ മുകളിലും ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഡബിൾ ക്രോഷേ നമ്മൾ ആഡ് ചെയ്ത് പോവുകയാണ്. നിങ്ങൾ സമയമെടുത്ത് ചെയ്തോളൂ, കാരണം ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഒരു ചെയിൻ മിസ്സായി കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് കിട്ടേണ്ട മെഷിൻ്റെ നമ്പർ കുറയാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് ദേ നമ്മുടെ ലാസ്റ്റത്തെ സ്റ്റിച്ച് മാർക്കർ ഒന്ന് അഴിച്ചു മാറ്റുക. അതിലേക്കാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ചെയിൻ 1 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ സ്കിപ്പ് ചെയ്യുക. ആൻഡ് ഫൈനലി നമ്മുടെ 13th മെഷ് റെഡി ആയിട്ടുണ്ട്. ഈ ടെയിൽ കിടക്കുന്ന ഭാഗമാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ആൻഡ് ഈ ഒരു ഭാഗമാണ് നമ്മുടെ റൈറ്റ് സൈഡായിട്ട് വരുന്നത്. എത്ര മെഷസ് ഉണ്ടെന്ന് എണ്ണി നോക്കിയാലോ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. ഇത് നമ്മുടെ ബുക്കിലേക്കൊന്ന് വെച്ച് നോക്കുക. നമുക്ക് കവറായിട്ടുണ്ട്. കണ്ടോ? റോ 2 തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ചെയിൻ 3, അതായിരിക്കും നമ്മുടെ ഡബിൾ ക്രോഷേ. ദെൻ ചെയിൻ 1. താഴെ ഓൾറെഡി നമ്മൾ സ്കിപ്പ് ചെയ്തതുകൊണ്ട് ഇവിടെ കാണുന്ന ഡബിൾ ക്രോഷേസിൻ്റെ മുകളിലാണ് നമ്മളിനി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെയും നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്തുകൊണ്ട് തന്നെ ഡബിൾ ക്രോഷേ ചെയ്യാനായിട്ട് നോക്കുക. ഇനി ഓരോ ഡബിൾ ക്രോഷയുടെ മുകളിലായിട്ട് വരും. അതിനായിട്ട് ചെയിൻ 1 ചെയ്യുക. താഴെ ഒരെണ്ണം ഓൾറെഡി സ്കിപ്ഡാണ്. പ്രീവിയസ് റോവിൻ്റെ ഡബിൾ ക്രോഷയുടെ അവിടെ ആയിരിക്കണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ കണ്ടോ, ഈ 3ാമത്തെ ചെയിനിൻ്റെ ഉള്ളിലേക്ക് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഞാനിതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ മെഷ് ഇനി നിങ്ങൾ ഈക്വലി ഡിവൈഡ് ചെയ്യുക. 1, 2, 3, 4, 5, 6. 1, 2, 3, 4, 5, 6. അപ്പോൾ എനിക്ക് ഈ ഒരു നടുക്കത്തെ മെഷ് മാത്രം മതി. ഈ ഒരു മെഷ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാതെ റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ നിന്നും ഈക്വൽ നമ്പർ ഓഫ് മെഷസ് വെക്കുക. അതിൻ്റെ നമ്മളൊരു സെൻറ്റർ പോർഷൻ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് ഈസിയാണ്. സ്റ്റിച്ച് മാർക്കറുള്ള ഭാഗത്തെത്തി കഴിഞ്ഞാൽ ഇത് ഫില്ല് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. അതിന് നമ്മൾ ചെയിൻ 1 ചെയ്യുന്നില്ല. പകരം യാൺ ഓവർ ചെയ്ത് നമ്മൾ ഓൾറെഡി ഇവിടെ ചെയിൻ 1 ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഈ ഒരു സ്പേസിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്താലും മതി. ഓക്കെ, ഞാൻ യൂഷ്വലി ചെറിയ നൂലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ചെയ്യാനായിട്ട് നോക്കാറുണ്ട്. പക്ഷേ ഇത് അത്യാവശ്യം വലുപ്പമുള്ളൊരു നൂലായതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഫില്ല് ചെയ്താലും കുഴപ്പം തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്ക്വയർ ഫില്ല് ചെയ്തു, സെൻറ്റർ കണക്കാക്കി നമ്മൾ ഫില്ല് ചെയ്തു. ഇനി നമുക്ക് ഓപ്പൺ മെഷസ് തന്നെ വെക്കാം. ഇനി നമുക്ക് എളുപ്പമാണെന്ന് ഞാൻ പറഞ്ഞുള്ള കാര്യം, ഫില്ല് ചെയ്തിട്ടുള്ള മെഷിൻ്റെ മുകളിലായിട്ട് 2 മെഷസ് നമ്മൾ ഫില്ല് ചെയ്യുന്നു, ഇൻക്ലൂഡിങ് ഇതിൻ്റെ മുകളിലുള്ള മെഷും നമുക്ക് ചെയ്യാം. ചെയിൻ 1 നമ്മൾ ഓപ്പൺ ആക്കി തന്നെ വെക്കുക. നമ്മളിപ്പോൾ നോക്കിയിരുന്നില്ല എങ്ങനെ ഇത് ചെയ്യണമെന്ന്, അതുപോലെ തന്നെ ചെയ്യുക until we reach near that mesh.
ഫില്ല് ചെയ്ത മെഷിൻ്റെ ഇപ്പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു മെഷും കൂടി ഫില്ല് ചെയ്യുന്നത്. ഒരു ഫിൽഡ് സ്ക്വയറും ഉണ്ട്, മുകളിൽ 3 എണ്ണം ഉണ്ട്. കണ്ടിന്യൂ ചെയ്യാം. ഇതിൻ്റെ എഡ്ജിങ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നുണ്ട് ലാസ്റ്റ്. ഇനി 5th റോയിലേക്ക് കിടക്കുകയാണ്. ഫിൽഡ് സ്ക്വയറിൻ്റെ അടുത്തുള്ള സ്ക്വയറും കൂടി നമ്മൾ ഫില്ല് ചെയ്യുന്നു. അപ്പം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു സ്ക്വയറും കൂടി വന്നു. ഇനി ഇതുപോലെ തന്നെ ഈ ഒരു സ്ക്വയറും കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കണം. ഇതാ നമ്മുടെ ലാസ്റ്റ് മെഷും കൂടി നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഒരു ബുക്കിലേക്ക് വെക്കുമ്പോൾ നമുക്ക് ആ ഒരു ഹാർട്ട് ഷേപ്പ് ഇങ്ങനെ പതുക്കെ ഫോമായി വരുന്നത് കാണാനായിട്ട് പറ്റും. ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം. നിങ്ങൾ ഈ ഒരു റോ കംപ്ലീറ്റ് ചെയ്യൂ. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 6ാമത്തെ റോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ആ ഒരു ഫിൽഡ് സ്ക്വയറിൻ്റെ റൈറ്റ് സൈഡിലുള്ള സ്ക്വയറിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഫില്ല് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ വരെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇടതുവശത്തുള്ള ഒരു സ്ക്വയറും കൂടി നമുക്ക് ഫില്ല് ചെയ്യാം. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സ്ക്വയറും കൂടി നമ്മളിത് ഫില്ല് ചെയ്യുകയാണ്. കണ്ടോ, ഓരോ റോയും കഴിയുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് സ്ക്വയർ ആഡ് ചെയ്താണ് 6th റോ വരെ നമ്മൾ എത്തിയിട്ടുള്ളത്. റോ നമ്പർ 7 സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്ക്വയേഴ്സ് എല്ലാം ഓപ്പൺ ആക്കി വെക്കുക അൺടിൽ യു റീച്ച് ദാറ്റ് ഫിൽഡ് സ്ക്വയർ. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാം. അതായത് ഫിൽഡ് ആയിട്ടുള്ള സ്ക്വയറിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫില്ല് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു റോ കംപ്ലീറ്റ് ചെയ്യാം. 7ാമത്തെ റോയിൽ നമ്മൾ എന്താ ചെയ്തത്, റിപ്പീറ്റ് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യണേ. റോ നമ്പർ 8ലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഈ ഫില്ല് ചെയ്ത സ്ക്വയറിൻ്റെ മുകളിൽ ഓപ്പൺ ആക്കി തന്നെ വെക്കുക. അതായത് കഴിഞ്ഞ 2 റോയിലും ചെയ്ത പോലെയല്ല നമ്മളിനി ചെയ്യാൻ പോകുന്നത്. ദേ നമ്മൾ ഒരെണ്ണം സ്കിപ്പ് ചെയ്ത് അടുത്തതിലേക്ക് ഇതുപോലെ വെച്ചു. ഇനി 2 സ്ക്വയർ നമ്മൾ ഫില്ല് ചെയ്യുന്നു. കാരണം ഇത് നമ്മളുടെ ലാസ്റ്റത്തെ റോയാണ് ഹാർട്ട് ഷേപ്പ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. നമ്മുടെ ലാസ്റ്റത്തെ ഇതും കൂടി ചെയ്ത് കഴിയുമ്പോൾ യു ക്യാൻ സീ ദാറ്റ്. ഞാൻ കുറച്ച് പാറ്റേൺ ഇവിടെ ഇറക്കിയാണ് വെക്കുന്നത്. എനിക്ക് ഈ ഒരു രീതിയിൽ തന്നെ മതി. സെൻറ്ററിലേക്ക് നിങ്ങൾ വെക്കാനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങളിടുന്ന റോയുടെ എണ്ണം കൂട്ടുക. അതായത് നമ്മൾ 3ാമത്തെ റോ ഞാൻ സ്റ്റാർട്ട് ചെയ്തല്ലോ, അത് നിങ്ങൾ കുറച്ച് റോസ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സെൻറ്റർ പോർഷനിൽ തന്നെ കിട്ടും. എത്രത്തോളമാണ് നിങ്ങളുടെ ബുക്കിൻ്റെ ഹൈറ്റ് അവിടം വരെ നിങ്ങളിനി ഓപ്പൺ ആക്കി വെക്കുക. ഒരു മെഷും ഇനി ക്ലോസ് ചെയ്യുന്നില്ല, ഓപ്പൺ ആക്കി തന്നെ വെച്ചുകൊണ്ട് മുകളിലേക്ക് നമ്മൾ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ മുകളിലും താഴെയായിട്ട് കുറച്ച് ഗ്യാപ്പ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് എഡ്ജിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സൈഡിലേക്കാണ് ഞാൻ എഡ്ജ് ചെയ്യാൻ പോകുന്നത്, എഡ്ജിങ് കൊടുക്കുന്നത്. ചെയിൻ 1 കൊടുക്കുന്നു. ദെൻ ഇവിടെ ഞാൻ ഡബിൾ ക്രോഷ്യ തന്നെ ചെയ്ത് നോക്കുകയാണ് എങ്ങനെയുണ്ടെന്നുള്ളത്. 2 ഡബിൾ ക്രോഷ്യ ഈ ഒരു സ്പേസിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇടുന്നു. എന്നിട്ട് ഇവിടെ ഒരു ചെയിൻ നമ്മൾ കൊടുത്തതിൻ്റെ സൈഡാണല്ലോ, അതിൻ്റെ ഉള്ളിലേക്കും വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ചെയ്ത് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ ഞാൻ ഇട്ടിട്ടുള്ള ഡബിൾ ക്രോഷ്യ ഈ ഒരു ചെയിൻ ട്രീ ചെയ്തില്ലേ അതിൻ്റെ ഉള്ളിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഈ എഡ്ജ് തന്നെ കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ എത്തും. ദെൻ ഇവിടെ നിന്നായിരിക്കും ഞാൻ അതിൻ്റെ ഉള്ളിലേക്കുള്ളത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കോർണറല്ലേ ഇത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 2 എണ്ണം കൂടി ഇട്ട് കൊടുക്കാം. കണ്ടോ, നമ്മുടെ എഡ്ജസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കി വെക്കേണ്ട ഭാഗമാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇത് ഞാൻ മടക്കുന്നില്ല, കാരണം ഇത്
ആ ഒരു പുറത്ത് തന്നെ കാണുന്നതാണ് അതിൻ്റെ ഒരു ഭംഗിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടുന്ന് ഞാൻ 2 ഇഞ്ചസ് മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഇത് നമുക്കൊരു മെഷിൻ്റെ കണക്കാക്കി മാർക്ക് ചെയ്യാം. ഈ ഒരു മെഷിൻ്റെ ഇവിടെ ഇട്ട് ഒന്നില്ലെങ്കിൽ യാൺ കട്ട് ചെയ്തിട്ട് ഇവിടെ തൊട്ട് റീജോയിൻ ചെയ്യാം. പക്ഷേ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടം വരെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതുപോലെ 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെയും ഒന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് എത്തിക്കാവുന്നതേ ഉള്ളൂ. ഇനി സ്റ്റിച്ച് മാർക്കർ ഇരിക്കുന്നതൊന്ന് റിമൂവ് ചെയ്യാം. എന്നിട്ട് അതിലേക്കും കൂടി ഒന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചെയിൻ 1 ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ 2 ലൂപ്സിൻ്റെ അടിയിൽ കൂടെ സിംഗിൾ ക്രോഷേ ആഡ് ചെയ്ത് എത്തിക്കാം. 2 ലൂപ്പിൻ്റെ അടിയിൽ കൂടെ തന്നെ നിങ്ങൾ സിംഗിൾ ക്രോഷേ ചെയ്ത് ഇവിടെ വരെ എത്തണം. അപ്പോൾ ഇവിടെയും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം 2 ഇഞ്ച്. സ്റ്റിച്ച് മാർക്കറിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിലേക്ക് വർക്ക് ചെയ്യാം. അതാണ് നമ്മുടെ ഈ ഒരു റോയിലെ ലാസ്റ്റത്തെ സിംഗിൾ ക്രോഷേ. കണ്ടോ, അപ്പോൾ അതൊക്കെ ഉള്ളിലോട്ടതിങ്ങനെ വരുന്നുണ്ട്. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. സിംഗിൾ ക്രോഷേ ആഡ് ചെയ്ത് വന്ന വഴി തന്നെ നമ്മൾ തിരിച്ച് സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ എത്താൻ പോവാണ്. 2 റോ സിംഗിൾ ക്രോഷേ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കോർണറെല്ലാം ജോയിൻ ചെയ്യാൻ പോവാണ് യൂസിങ് ഡബിൾ ക്രോഷേ. ഇവിടെ ആയിരിക്കുമല്ലോ നമ്മുടെ ഡബിൾ ക്രോഷേ. അപ്പോൾ ഈ 2 ചെയിൻസ് സ്കിപ്പ് ചെയ്ത് 3ാമത്തെ ഈ ഒരു ചെയിനിലേക്കായിരിക്കും നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ ആ 2 ചെയിൻസ് വേണമെങ്കിൽ മാർക്ക് ചെയ്തോളൂ. ഈ ചെയിനും ആണ്. അവിടെ എത്തുമ്പോൾ നമുക്കറിയാമല്ലോ. 3 ചെയിൻ ഇടുക, ഡബിൾ ക്രോഷേ ആണല്ലോ. എന്നിട്ട് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഇതുപോലെ 2 ലൂപ്പിലേക്കും ഡബിൾ ക്രോഷേ ആഡ് ചെയ്ത് കോർണർ വരെ എത്തുക. മാർക്ക് ചെയ്തിട്ടുള്ള 2 ചെയിൻസിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ചെയിനിലേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ 3 എണ്ണത്തിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇനി ചെയ്യുന്നത് ചെയിൻ 1 ചെയ്ത് തിരിക്കുക. അപ്പോൾ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് അവിടെ നിന്ന് 1 2 3 4 കൗണ്ട് ചെയ്തിട്ട് അതിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഏത് വശത്താണോ ഇരിക്കുന്നത് ഹുക്ക്, ആ വശത്തുനിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് തിരിച്ച് അപ്പുറത്തെ വശത്തേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ ഉണ്ടായിരുന്ന ഗ്യാപ്പ് നമ്മളിപ്പോൾ ഫില്ല് ചെയ്തത് എങ്ങനെയാണ്? ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തു. ഡബിൾ ക്രോഷേ തന്നെയാണ് ചെയ്യണത് കേട്ടോ. ഡബിൾ ക്രോഷേ ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് എത്താണ്. താഴത്തെ ഈ ഒരു കോർണർ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ ഒരുമിച്ച് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ ഒരു വ്യത്യാസം ഞാൻ ചെയ്തിട്ടുള്ളത്, ഈ കോർണർ അടുപ്പിച്ചതിന് ശേഷം അടുത്ത ഡബിൾ ക്രോഷേ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു സിംഗിൾ ക്രോഷേ ഇട്ട് കൊടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കോർണർ ചെയ്യുമ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം നമുക്ക് പൊന്തി നിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും അതിൻ്റെ ഉള്ളിൽ പൊക്കോളും, നീറ്റായിട്ട് നമുക്ക് കിട്ടും. സൈഡ്സ് ജോയിൻ ചെയ്യുകയാണ്. ഈ ഒരു ലൂപ്പിലേക്ക് ഞാൻ തിരിച്ച് കണ്ട ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തുകൊണ്ട് ആ ഗ്യാപ്പും ഫില്ല് ചെയ്യുന്നു. ഒപ്പം തന്നെ കോർണറിൻ്റെ ജോയിനിങ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഫൈനൽ ചെയിൻ്റെ ഉള്ളിൽ കൂടെയും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജോയിനിങ് പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടല്ലേ ജോയിൻ ചെയ്തതെന്നൊന്ന് നോക്കണേ. കണ്ടോ, ഇത് നൈസായിട്ടത് ജോയിൻ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇവിടെ വരെ ഒന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് എത്തിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്പേസിലേക്ക് 2 ലൂപ്പിലേക്കും പോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അപ്പം നമ്മളിതേ സിംഗിൾ ക്രോഷേ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഡബിൾ ക്രോഷേ ഇവിടം വരെ കഴിഞ്ഞാൽ നമ്മളിനി ഈ ഒരു മുകൾ ഭാഗത്തിൻ്റെ
സ്റ്റിച്ചസിലൂടെ കടന്നു പോയിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് എത്താണ് ബാക്ക് പാനൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ബുക്കിലേക്ക് ഒന്ന് വെച്ച് നോക്കൂ, കറക്റ്റായിട്ട് ഇരിക്കുന്നില്ലേ എന്ന് വെച്ച് നോക്കുക. നമുക്കിനി ഈ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ടുള്ളത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഈ ഒരു ഭാഗത്തിനുള്ളതായിട്ട് കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഹുക്കിരിക്കുന്നിടത്തുനിന്ന് താഴേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണ്. ഈ ഡബിൾ ക്രോഷയുടെ ഉള്ളിൽ തന്നെ നമുക്ക് സ്പേസ് ഉണ്ടല്ലോ, അതിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് 2 ലൂപ്പും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ലൂപ്പെങ്കിൽ ഒരു ലൂപ്പ് അതിൻ്റെ ഉള്ളിൽ കൂടെ പതുക്കെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ആ ഒരു താഴേക്ക് എത്തിക്കുകയാണ്. താഴേക്ക് പോകട്ടെ. ലാസ്റ്റത്തെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മൾ തുടങ്ങിയതില്ലേ ഈ ഒരു ഡബിൾ ക്രോഷയുടെ ഈ ഒരു സ്പേസിലേക്ക് ചെയ്യാനായിട്ട് നോക്കുക. ആ ഒരു അല്ലെങ്കിൽ ഇവിടെ ഗ്യാപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളിവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഇവിടം വരെ എത്തിയിട്ടുണ്ടല്ലോ. ഫ്രണ്ട് ലൂപ്പ് എന്ന് പറയുന്നത് ഇങ്ങേ അറ്റത്തുള്ള ലൂപ്പാണ്, ബാക്ക് ലൂപ്പ് ഇതാണ്. അപ്പോൾ ആ ഒരു ബാക്ക് ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് മാത്രം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു ഡബിൾ ക്രോഷയുടെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ ഇട്ട് കൊടുത്തിട്ടില്ലേ, ഇത് 2, 3 സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്തിട്ട് ആ കോർണർ സ്പേസ് മാർക്ക് ചെയ്യുക. കാരണം ഇവിടെ നമുക്ക് 3 ഡബിൾ ക്രോഷ വരുന്നുണ്ട്. ഇവിടം വരെ നിങ്ങൾ ചെയ്തോളൂ. ഞാൻ കുറച്ച് മെഷസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്തതെന്ന് പറയാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു കോർണർ സ്പേസിലെത്തിയല്ലോ, മെഷിൻ്റെ ടോപ്പിൽ നിന്ന് തന്നെയാണ്, ഇതിൻ്റെ നേരെയായിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കൺസിഡർ ചെയ്യാണ്ടിരുന്നത് എഡ്ജിങ് ആയതുകൊണ്ട് ഈ റോയിലും എഡ്ജിങ് ചെയ്യേണ്ടതുണ്ട്. ആദ്യം ചെയ്തത് താഴേന്ന് മുകളിലേക്കാണെങ്കിൽ ഇപ്പോൾ ചെയ്തത് സൈഡിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു മെഷസിൽ നിങ്ങൾക്ക് ചെറിയൊരു വ്യത്യാസം കാണാൻ പറ്റും. ഈ കഴിഞ്ഞ ഒരു റോല നമുക്ക് കാണുന്നില്ല, 2 ചെയിൻസ്, ഈ രണ്ടാമത്തെ ചെയിൻ്റെ ഉള്ളിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെയിൻ 1 ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് തിരിച്ചിട്ട് ഈ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് ഡയറക്റ്റ്ലി സിംഗിൾ ക്രോഷേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സിംഗിൾ ക്രോഷേ ഇവിടം വരെ ചെയ്യുക. ഇനി ഈ സ്പേസിൻ്റെ ഉള്ളിലേക്ക് ഒരു ഡബിൾ ക്രോഷയാണ് ഇടുന്നത്. കാരണം നമ്മൾ ഒരു ചെയിനല്ലേ സ്കിപ്പ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് ഡബിൾ ക്രോഷേ ഇട്ട് കൊടുത്ത് ഈ ഡബിൾ ക്രോഷയുടെ മുകളിൽ ഒരെണ്ണം ഇട്ട് കൊടുക്കുക. അങ്ങനെ എഡ്ജിങ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. കാരണം നമ്മൾ മുകളിലും താഴെ മാത്രമാണ് ഹാഫ് ഡബിൾ ക്രോഷേ ഇടുന്നത്, സൈഡിൽ ഡബിൾ ക്രോഷേ ഇടുന്നു. ഡബിൾ ക്രോഷേ ഇവിടം വരെ ചെയ്യുക. ഇനി ഈ സ്പേസിൻ്റെ ഉള്ളിലേക്ക്, ഇതൊരു കോർണറാണല്ലോ, അവിടെ ഹാഫ് ഡബിൾ ക്രോഷേ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടം വരെ എത്തിക്കുക. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് തിരിച്ചു വരുമ്പോൾ സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് ഇത് ഇവിടം വരെ എത്തിക്കഴിഞ്ഞാൽ ഇനി ഉള്ളിലേക്ക് മടക്കി വെക്കാനുള്ളത് വർക്ക് ചെയ്ത് തുടങ്ങാം. സിംഗിൾ ക്രോഷേ ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇവിടെ നമ്മൾ തിരിച്ചും പോയിട്ട് കവർ ചെയ്ത് സിംഗിൾ ക്രോഷേ 2 പ്രാവശ്യം ചെയ്യുന്നു, പിന്നെയാണ് നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് തീർത്തിട്ട് നമുക്ക് കാണാം. ഉള്ളിലേക്ക് മടക്കേണ്ട ഭാഗം 2 തവണ നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത്, ഡബിൾ ക്രോഷേ വെച്ചിട്ടില്ല നമ്മൾ ആ ഒരു സ്പേസ് ക്ലോസ് ചെയ്യുന്നതും കുറച്ചും കൂടിയും വിടുത്ത് വരുത്തുന്നത്. സ്റ്റിച്ച് മാർക്കറൊക്കെ യൂസ് ചെയ്തിട്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ അതൊന്ന് ചെയ്ത് തീർക്കണേ. എന്നിട്ട് നമുക്ക് കഴിയുമ്പോൾ നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്.